മാർച്ച് 21 മുതൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു. ഇന്നലെ ഇറങ്ങി. ഇന്നിപ്പോൾ ഭഗവത് മന്നിന്റെ കൂടെ ഒരു റോഡ് ഷോ നടത്തി BJPക്ക് കൊള്ളുന്ന ചില പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നോർത്തിൽ BJPക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ഫക്രുദ്ദീൻ കരുതുന്നുണ്ടോ? ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാളായിരുന്നു എനിക്കൊന്ന് കൂടുതൽ അപകടകാരി. കാരണം അതൊരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുകയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം ജയിലിന് പുറത്ത് വന്നതോടുകൂടി ആ ഇമ്പാക്റ്റ് കുറച്ച് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ആഫ്റ്റർ ഓൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധിയിൽ തന്നെ ഇപ്പോൾ അത് ജാമ്യം കൊടുത്തപ്പോൾ ഈ കേസിൻ്റെ മെറിറ്റിനെ പറ്റി ഡിമെറിറ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു വിധിയാണത്. കാരണം നാളെ ഒരു പ്രസിഡൻസ് ആയിട്ട് മാറുന്നുള്ള വലിയൊരു പേടി എല്ലാവർക്കും ഉണ്ട്. നാളെ ഇപ്പോൾ സന്ദീപ് ഏതെങ്കിലും കേസിൽ പ്രതി സന്ദീപ് പറയാണ് എനിക്ക് ഇലക്ഷൻ്റെ പ്രചാരണം നടത്തേണ്ടത്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ഒരു പുതിയ ക്ലാസ് ഉണ്ടാകാൻ പോവുകയാണ്. പൊളിറ്റിക്കൽ ക്ലാസ് ഒന്നും നമുക്കൊന്നും കിട്ടില്ല, ഈ പറഞ്ഞ ഇവർക്കൊക്കെ കിട്ടും. അതൊരു അനിതര സാധാരണമായ സാഹചര്യമാണ്. അത് ഇന്നലെ സഞ്ജീവ് ഖന്ന ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുന്നു. അതിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മെറിറ്റിലേക്ക് കടക്കാതെ ജൂൺ 1-ാം തീയതി വരെ ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകുക, അത് ജനാധിപത്യത്തിലെ ഒരു സവിശേഷമായ പരിഗണന എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റില്ല. അതിനപ്പുറത്തുള്ള പ്രീസിഡൻസ് എന്താണ് അക്കാര്യത്തിൽ വരാൻ പോകുന്നത്? അതാണ് പ്രശ്നം. അത് ആ രീതിയിൽ അങ്ങനെ പലർക്കും പരിഗണന കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാകും. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾക്കൊന്നും ഈ കേസിന്റെ മെറിറ്റോ ഡിമെറിറ്റോ അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം നടത്തുന്ന ആൾ, അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആൾ, അദ്ദേഹത്തെ ഈ രീതിയിൽ ട്രാപ്പ് ചെയ്യുന്ന ഫീൽ വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത്രത്തോളം ആ ഫീൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ക്രൂസിഫൈ ചെയ്യപ്പെടാത്ത ജീസസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ക്രൂസിഫൈ ചെയ്യപ്പെട്ട ജീസസ് ആണ് നമ്മളെ മുന്നിലുള്ള ഈ വലിയ ക്രൂസിഫൈ ചെയ്യപ്പെട്ട ശേഷം 3-ാം ദിവസം ജീസസ് ഉയർത്തെഴുന്നേറ്റതുപോലെ 21-ാം തീയതി മുതൽ ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോ ഡൽഹി 4th ഫേസിന് തൊട്ട് മുമ്പ് ഉയർത്തെഴുന്നേറ്റാണല്ലോ. അല്ല, അതങ്ങനെ കരുതാൻ പറ്റുമോ? അത് കോടതി ഫൈനലി ഇത് കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് അസാധാരണമായിട്ടൊരു വിധിയിലൂടെ എങ്ങനെ അദ്ദേഹത്തിന് ബെയിൽ കൊടുത്തു. അത് തന്നെ BJP ചർച്ചാ വിഷയമാക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ പ്രൊസീഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് മിഡിൽ ക്ലാസ്സിനിടയിലാതെ വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അദ്ദേഹം പുറത്ത് വന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ കിടന്നിരുന്നെങ്കിൽ അത് പക്ഷേ അതൊരു കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്നസെൻസ് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് വിത്ത് ഡാറ്റ പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ മാസ് ഡയലോഗ് കാണിക്കുക, അത്രേ ഉള്ളൂ.